പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണാസിയിൽ നിന്ന് തന്നെ ഇക്കുറിയും ജനവിധി തേടും. എന്നാൽ പതിറ്റാണ്ടുകളായി ബിജെപിയുടെ ലോക്സഭയിലെ ശക്തമായ സാന്നിധ്യമായ മുതിർന്ന നേതാവ് LK അദ്വാനി ഇത്തവണ മത്സരരംഗത്ത് ഉണ്ടാകില്ല. അദ്വാനിയുടെ സിറ്റിംഗ് സീറ്റായ ഗാന്ധിനഗറിൽ ബിജെപി അധ്യക്ഷൻ അമിത് ഷായാണ് മത്സരിക്കുക. കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് ലക്നൌവിൽ നിന്നും നിതിൻ ഗഡ്കരി നാഗ്പൂരിൽ നിന്നും മത്സരിക്കും. രാഹുൽ ഗാന്ധി അമേഠിയിൽ ഇത്തവണയും സ്മൃതി ഇറാനിയാണ് നേരിടുക. നിലവിൽ രാജ്യസഭാംഗമാണ് ബിജെപി അധ്യക്ഷൻ അമിത് ഷാ. അദ്വാനിയുടെ അസാന്നിധ്യത്തിൽ അഹമ്മദാബാദ് നിലനിർത്താൻ അമിത് ഷായെ നിയോഗിക്കുകയായിരുന്നു. भारतीय जनता पार्टी के राष्ट्रीय अध्यक्ष श्री अमित भाई शाह आप गांधीनगर से चुनाव लड़ेंगे. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്ക് ശക്തമായ വെല്ലുവിളി ഉയർത്തുകയാണ് ഇത്തവണയും സ്മൃതി ഇറാനിയുടെ ദൗത്യം. അമേഠിയിൽ രണ്ടാം തവണയാണ് സ്മൃതി ഇറാനി സ്ഥാനാർത്ഥിയാകുന്നത്. VK സിംഗ് ഗാസിയാബാദിലും ചലച്ചിത്രതാരം ഹേമമാലിനി മധുരയിലും മാറ്റുരയ്ക്കും. സാക്ഷി മഹാരാജ് ഉന്നാവയിലാണ് മത്സരിക്കുന്നത്. കിരൺ റിജിജു അരുണാചൽ പ്രദേശ് വെസ്റ്റിലും, പൊൻ രാധാകൃഷ്ണൻ കന്യാകുമാരിയിലും, ബാബുൽ സുപ്രിയോ അസൻസോളിലും, അനുപം ഹാസ്ര ജാദവ്പൂരിലും സ്ഥാനാർത്ഥികളാകും. മുസഫർ നഗർ സഞ്ജീവ് കുമാർ ബല്യാൻ, ഗൗതം ബുദ്ധ് നഗർ ഡോക്ടർ മഹേഷ് കുമാർ, ബദായൂം സംഗ്മിത് മൗര്യ, ഉധംപൂർ ജിതേന്ദ്ര സിംഗ്, റായ്പൂർ റൂറൽ രാജ്യവർദ്ധൻ സിംഗ് റാഥോഡ്, ബറേലി സന്തോഷ് കുമാർ ഗാംഗ്വാർ, മുംബൈ സെൻട്രൽ നോർത്ത് പൂനം മഹാജൻ, ബെല്ലാരി ദേവേന്ദ്രപ്പ, ഉത്തർ കന്നഡ അനന്ത് കുമാർ ഹെഗ്ഡെ, ദക്ഷിണ കന്നഡ നളിൻ കുമാർ കട്ടിൽ, തുംകൂർ GS ബസവരാജു, ബംഗളൂരു നോർത്ത് സദാനന്ദ ഗൌഡ. ഇങ്ങനെ നീളുന്നു 184 അംഗ ആദ്യഘട്ട BJP സ്ഥാനാർത്ഥി പട്ടിക. R. രാധാകൃഷ്ണൻ, 24, ഡൽഹി.